നിതീഷ് സാർ കണ്ടിന്യൂ സാർ. ഓക്കെ, താങ്ക് യു സാബു സർ. വെൽക്കം ചെയ്തതിൽ വളരെ സന്തോഷം. നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി ആദ്യമായി എല്ലാവരെയും കർഷക സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ ഏറെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നിച്ച് ഇന്ന് നമ്മളോട് അനുഭവം പങ്കിടുന്നത് വയനാട് ജില്ലയിൽ നിന്നുള്ള പ്രിയപ്പെട്ട ബാബു സാറാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിംഗിലേക്ക് നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കർഷകർ ഇത് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഓരോ മീറ്റിംഗിലും നമുക്ക് ഓരോ കർഷകരെ നമുക്ക് അനുഭവം പങ്കിടുന്നതിന് വേണ്ടി ഇതിലേക്ക് എത്തിക്കുവാനും അവരുടെ അനുഭവങ്ങൾ കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുവാനും വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ വലിയൊരു പരിവർത്തനമായി, വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടനയുടെ സർട്ടിഫിക്കേഷനായ ഇക്കോസെർട്ടിന്റെ സർട്ടിഫൈയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച കർഷകരാണ് ഇത് ഏറ്റെടുക്കുന്നത്. ആ കർഷകരുടെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കാനുള്ളത്. പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആ കർഷകന്റെ അനുഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും ആ ഉപയോഗിച്ചിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളതാണ് കൂടുതലായിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഓരോ മീറ്റിങ്ങുകളിലും ഇനി ഓരോ കർഷകരുടെ അനുഭവങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. എങ്കിലും മഞ്ഞളിപ്പ് മാറിയ ഇന്ന് നമ്മുടെ നിലമ്പൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട ബാബു സാർ വിളിച്ചു പറഞ്ഞത് എന്റെ കൗങ്ങിനുണ്ടായ മഞ്ഞളിപ്പിൽ നിന്നും വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. അതൊക്കെ വലിയൊരു ശുഭസൂചകമാണ്. കർഷകർ ഏറ്റെടുക്കുന്നതിന്റെ വലിയൊരു ശുഭസൂചകമായ കാര്യമാണ് എന്നുള്ളതാണ്. ഇതിനൊക്കെ പലതരത്തില്, കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടും നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യിക്കാനും അല്ലെങ്കിൽ നെഗറ്റീവ് ഇതാണ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യിക്കാൻ ആൾക്കാരുടെ താല്പര്യം എന്ന് പറയുന്നത്. നല്ലത് നമുക്ക് എത്ര ലഭിച്ചു കഴിഞ്ഞാലും അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ കുറവുള്ള ആൾക്കാരായിട്ടുള്ള ഒരു സമൂഹമായിട്ടാണ് നാം ഒക്കെ ഉള്ളത്. ആ നല്ലതിനെ കർഷകർ ഏറ്റെടുക്കുമ്പോൾ, ആ നല്ലതിനെ നമ്മുടെ മണ്ണിലേക്ക് വരുമ്പോൾ, ആ നല്ലത് സസ്യങ്ങളിലേക്ക് എത്തുമ്പോൾ കർഷകരുടെ സന്തോഷത്തിന് ആ നല്ലത് വഴിതെളിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. തീർച്ചയായിട്ടും അതിന് വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ, കാർഷിക മേഖല ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നല്ലതിനെ മാത്രം നമുക്ക് കാർഷിക മേഖലയിലേക്ക് കൊടുക്കുവാനും അത് ഏറ്റെടുക്കുവാനും കർഷകർ തയ്യാറാവുമ്പോൾ വലിയ ഒരു മാറ്റം നാളേക്ക് കാർഷിക മേഖല ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. മൈസെൽഫ് നിതീഷ് വി പി, ഞാൻ കണ്ണൂരാണ്. കഴിഞ്ഞൊരു 3 വർഷക്കാലമായി 2021 മുതൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അത് കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുകയും കർഷകരുടെ അനുഭവങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നതിൽ വളരെ അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള യുവാക്കൾ ഇന്ന് കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് നമ്മുടെ കാർഷിക മേഖല സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർഷിക മേഖലയിൽ പുതിയ മാറ്റങ്ങൾ, പരിവർത്തനം ഉണ്ടാകും എന്നതിന്റെ തെളിവുകളാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും മനസ്സിലാക്കാം. ആദ്യമായി തന്നെ നെറ്റ്സർഫ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പരിവർത്തനമാണ്, വലിയൊരു കാർഷിക മേഖലയിൽ ഒരു മാറ്റമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുന്നേ ഞാൻ ഒരു 3 പിക്ചർ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ട് മറന്നുപോയ നമ്മുടെ ആദ്യകാലത്തൊക്കെ നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. അതിൽ ഒന്നാമത് അംബാസഡർ എന്ന് പറയുന്ന കാര്യമാണ്, രണ്ടാമത് നോക്കിയ എന്ന് പറയുന്ന മൊബൈലാണ്, മൂന്നാമത് കൊഡാക്ക് എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. ഈ 3 നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഈ 3 ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അപ്രത്യക്ഷമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ്? ടെക്നോളജി അനുസരിച്ച് മാറുവാൻ വേണ്ടി തയ്യാറാവാതിരുന്നപ്പോൾ അവരെല്ലാം തന്നെ എന്ത് സംഭവിക്കുന്നു? അവർക്കെല്ലാം തന്നെ മാർക്കറ്റിൽ നിന്ന് മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട അവസ്ഥ. അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് മാറുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവാതിരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റം വരുത്തുന്നതിനുള്ള അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ആ ഒരു 3 ഉൽപ്പന്നങ്ങളെ, പല ഉൽപ്പന്നങ്ങളും ഉണ്ടാകാം, പക്ഷെ 3 ഉൽപ്പന്നങ്ങളെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം ലോകത്തിലെ തന്നെ 80% ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു മൊബൈൽ ഫോണാണ് നോക്കിയ എന്ന് പറയുന്നത്. ആ നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല.
ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ 80% ഉപയോക്താക്കളുള്ള നോക്കിയ എന്തിനാണ് ആൻഡ്രോയിഡ് വാങ്ങുന്നതെന്ന് അതിന്റെ സിഇഒ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്ത ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സാംസങ്ങിലേക്ക് പോവുകയും ആ സാംസങ് ആൻഡ്രോയിഡ് ഏറ്റെടുത്ത് ലോകത്തിലെ നമ്പർ 1 ഫോൺ ഉപയോക്താക്കൾ മാറുകയാണ് ഉണ്ടായത്. അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ലോകത്തിലെ നമ്പർ 1 ആയിരിക്കുന്ന ഇത്തരം പദാർത്ഥങ്ങൾ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ലോകത്തിലെ നമ്പർ 1 കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രമായി മാറി എന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്നത് ടെക്നോളജിക്കൽ മെത്തേഡാണ്, ടെക്നോളജിക്കൽ അഗ്രികൾച്ചർ ആണ്. പക്ഷെ 365 ദിവസവും കൃഷി ചെയ്യുവാൻ വേണ്ടി യോഗ്യമായ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരുപക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പാരമ്പര്യമായി കിട്ടിയ അറിവുകളെയാണ്. അതിനെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നില്ല. അതിനെ മാറ്റം വരുത്തുവാൻ വേണ്ടി തയ്യാറാവുമ്പോഴാണ് കാർഷിക മേഖലയിൽ നമുക്ക് കൂടുതൽ റിസൾട്ടിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപക്ഷെ കണ്ണൂരിലെ, ഞാൻ ഇവിടെ ഇരുന്ന് തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുമായി സംവദിക്കുവാൻ വേണ്ടി ഇന്ന് മഹാരാഷ്ട്രയിലെ, കർണാടകയിലെ കുൽബർഗി എന്ന് പറയുന്ന സ്ഥലത്തിരുന്ന് സാബു സാറിനോട് നമുക്ക് നേരിട്ട് സംവദിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ടെക്നോളജിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ പല വ്യക്തികളും ഇന്ന് പറയുന്നതാണ്, നമ്മൾ ചെയ്തു വരുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തു വരാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് കിട്ടുന്ന വിപണന മൂല്യങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നിന്നും അതിനൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലൂടെ സാധിക്കുന്നു. ഇത്തരം മാർക്കറ്റിൽ നിന്നും തള്ളപ്പെട്ടു പോകാതെ മാർക്കറ്റിൽ കൂടുതലായിട്ടുള്ള ടെക്നോളജിയിലൂടെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്ന കർഷകരായി മാറുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരു കാർഷിക മേഖലയിലുള്ള ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ ഉള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആ കമ്പനിയെ കുറിച്ച് നോക്കാം. അജയ് ബയോടെക് എന്ന് പറയുന്ന 1990കളിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ കഴിഞ്ഞ 33 വർഷത്തെ സേവന പാരമ്പര്യമായി ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത്. ഈ അജയ് ബയോടെക് നെറ്റ്സർഫിന്റെ 2000-ൽ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി 22 വയസ്സ് മാത്രം പ്രായമുള്ള സുജിത് ജെയിൻ സാർ വലിയൊരു മിഷനുമായി ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വലിയൊരു ഓർഗാനിക് കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കണമെന്ന വലിയൊരു ആശയത്തോടും മിഷനോടും കൂടിയാണ്. ആ ഒരു മിഷൻ 24ലധികം സംസ്ഥാനങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ അജയ് ബയോടെക് എന്ന് പറയുന്ന കമ്പനിയെ 2000-ൽ ഏറ്റെടുത്തുകൊണ്ടാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകൃതമാവുന്നത്. നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു കമ്പനിയാണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ്. നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഓരോ കർഷകന്റെ ഇടയിലേക്കും എത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് 100% ഗ്യാരണ്ടിയോടുകൂടി റിസൾട്ട് ഓറിയന്റ് ആയി നമുക്ക് കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കമ്പനിയാണ് മൈലാബ് എന്ന് പറയുന്നത്. ഈ കമ്പനികളൊക്കെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുന്നത് ഇന്ന് വിരൽത്തുമ്പിന്റെ കാലഘട്ടമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് മൈലാബ്, ആ മൈലാബിന്റെ ക്രെഡിബിലിറ്റി എന്താണ് നെറ്റ്സർഫ്, എന്താണ് അജയ് ബയോടെക് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏഷ്യയിലെ നമ്പർ 1 ലാബായ മൈലാബ് കൊറോണ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ 7500 രൂപ വരെ ടെസ്റ്റിംഗ് കിറ്റിന് റേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് 500 രൂപയിലേക്കും 250 രൂപയിലേക്കും സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്ത ഒരു ലാബാണ് മൈലാബ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രശംസ നേടിയ ഒരു ലാബാണ് മൈലാബ് എന്ന് പറയുന്നത്. ഇന്ന് പലതരത്തിലുള്ള ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള കിറ്റുകളും നിർമ്മിക്കുന്നത് മൈലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ മൈലാബ് നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ്. വൂഹു എന്ന് പറയുന്ന ഒരു കമ്പനി, ഗ്രിൻ എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരിടനിലക്കാരും ഇല്ലാതെ കർഷകരിലേക്ക് 10% മുതൽ 25% വരെ ഡിസ്കൗണ്ടോടുകൂടി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി. US-ലെ ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച കമ്പനി, DSIR-ന്റെ ഗവൺമെന്റ് അപ്രൂവ്ഡ് കമ്പനി, ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനി, G2 സർട്ടിഫൈയോടുകൂടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏക കമ്പനിയാണ് നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്നത് ഒരിടനിലക്കാരും ഇല്ലാതെ, ഒരു അഡ്വർടൈസ്മെന്റും ഇല്ലാതെ കർഷകരിലേക്ക് 10 മുതൽ 25% വരെ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഉൽപ്പന്നങ്ങൾ നേരിട്ട് എത്തിക്കുന്നത്. നമുക്ക് ഒരു കടകളിൽ ഇത് ലഭിക്കൂല. നെറ്റ്സർഫിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഔട്ട്ലെറ്റുകളിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഞാൻ ഒരു ചെറിയ ചോദ്യം ഓരോ കർഷകരുടെ മുന്നിലേക്ക് ഇടുകയാണ്. എന്താണ്?
നമ്മൾ എല്ലാവരും ഒരേ വളപ്രയോഗം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരാണോ? കാർഷിക മേഖലയിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ആൾക്കാർ ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം. അവരോടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, വർഷങ്ങളായിട്ട് നമ്മൾ ഒരേ ഉൽപ്പന്നം മാത്രം, ഒരേ വളപ്രയോഗം മാത്രമാണ് നമ്മുടെ സസ്യങ്ങൾക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞ 23 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഒരേ വളപ്രയോഗമാണ് ഓരോ ഭൂമിയിലുള്ള സർവ്വ സസ്യങ്ങൾക്കും നൽകുന്നത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഏത് കർഷകനാണ് സർ വളക്കടക്കാരനെ പോലെ, വളം വിൽപ്പന ചെയ്യുന്ന ആളെ പോലെ ഗ്രോയിങ് സ്റ്റേജിലേക്ക് പോകുന്നുള്ളത് എന്ന് നമുക്ക് നോക്കിക്കാണുവാൻ വേണ്ടി സാധിക്കും. കർഷകൻ എപ്പോഴും 24 മണിക്കൂറും മണ്ണിൽ പണിയെടുക്കുന്ന എല്ലാ കർഷകരും താഴോട്ട് പോവുകയും അതോടൊപ്പം തന്നെ വളപ്രയോഗം നടത്തുന്ന, വളം വിൽക്കുന്ന കച്ചവടക്കാർ ഇന്ന് മുകളിലേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെയാണ് നെറ്റ്സർഫിന്റെ മറ്റൊരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് കർഷകർക്ക് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഒരു വരുമാന മാർഗം അഗ്രിപ്രണർഷിപ്പിലേക്ക് മാറ്റുവാനും ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ആ ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ ഇന്ത്യയിലെ ലീഡിംഗ് ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഫോർബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ദ മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നെറ്റ്സർഫിനെ അംഗീകരിക്കുന്ന കമ്പനീസിനായി നമുക്ക് മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് കർഷകർ ഇത് ഏറ്റെടുക്കുന്നത്, കർഷകരിലേക്ക് ഇത്തരത്തിൽ ഇത് എത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നു, നമ്മളെ ഉൽപ്പന്നങ്ങൾ എല്ലാ മീറ്റിങ്ങിലും ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്, നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഉപഭോക്താക്കളുടെ റിസൾട്ട്, അനുഭവം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. കാരണം ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. നമുക്ക് കേൾക്കുന്നതിൽ ഉപരി നമ്മളത് പ്രാക്ടിക്കൽ സെഷനിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. ഇവിടെ കാണുന്നുണ്ടാവും നമ്മൾ പലതരത്തിലുള്ള കുപ്പികളിലുള്ള ലിക്വിഡിലായിട്ടുള്ള വളപ്രയോഗത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്ക് പോകുമ്പോൾ 25% മുതൽ 50% വരെ ലേബർ കോസ്റ്റ് കുറക്കാൻ വേണ്ടി സാധിക്കുന്നു. ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. മലപ്പുറത്തെ ആഷിഫ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം കൃഷിയിലേക്ക് വരണമെന്നും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയ ഒരു വോയിസ് വളരെ സന്തോഷം. അദ്ദേഹം ഇന്ന് അദ്ദേഹം എനിക്ക് അയച്ചൊരു വോയിസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് മടിയന്മാരെ പോലും നിങ്ങൾ കൃഷിയിലേക്ക് അല്ലെങ്കിൽ പണിയെടുക്കുന്നവരാക്കി മാറ്റുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഞാൻ വളരെ ആകാംക്ഷപൂർവ്വമായി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് പണിയെടുക്കുവാൻ മടിയായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ എന്റെ കൃഷിയിടത്തിൽ ഞാൻ തന്നെയാണ് വളപ്രയോഗം ചെയ്യുന്നത്. കാരണം ചാണകം കെട്ടിപ്പേറേണ്ട ആവശ്യമില്ല, ഖരാവസ്ഥയിലുള്ള ചാക്ക് കണക്കിനുള്ള വളങ്ങൾ കെട്ടിപ്പേറേണ്ട, ഒരു കയ്യിൽ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഒരേക്കർ തോട്ടത്തിലേക്ക് വളം ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ കൃഷിയിലേക്ക് യുവാക്കൾ കടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ഞാൻ വളരെ സന്തോഷമാണ്. ആ ഒരു വോയിസ് ഒരു 2 മണിക്കൂറിന് മുന്നേ എനിക്ക് കിട്ടിയ ഒരു വോയിസ് ആണ്. അപ്പൊ അത്തരത്തിലാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടി. അദ്ദേഹം ഇനി വരുന്ന അദ്ദേഹത്തിന്റെ കവുങ്ങുകളിലേക്ക് ഉപയോഗിക്കാനും വേണ്ടി പോകുകയാണ്. അതൊക്കെ അനുഭവങ്ങൾ വിവരിക്കാൻ വേണ്ടി നമ്മൾ വരും. അപ്പൊ അതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ 25% മുതൽ 50% ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു. 25% മുതൽ 40% വരെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. എങ്ങനെയാണത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് അംഗീകൃത ലാബിൽ നിന്നും പരിശോധിച്ചതാണ്. അതുപോലെ തന്നെ ഓർഗാനിക് ആണ്, 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രോഡക്ട്സ് ആണ്, ISO സർട്ടിഫൈഡ് കമ്പനിയാണ്, GMB സർട്ടിഫൈഡ് കമ്പനിയാണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രൊജക്ട് ആണ്. ഇവയൊക്കെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്. വെരി ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഘടകം എന്ന് പറയുന്നത്. ഇക്കോസെർട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ. നമുക്ക് നോക്കാം, ഒരു സസ്യത്തിനെ അടിസ്ഥാനപരമായിട്ട് ഫുഡ് ശേഖരിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളിൽ നിന്നാണ് നമുക്ക് നോക്കാം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, മിനറൽസ്, വാട്ടർ, ലൈറ്റ് എനർജി തുടങ്ങിയവയൊക്കെ ഒരു സസ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫുഡ് എത്തിക്കുന്ന ഘടകങ്ങളാണ്. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസും മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ബയോസ്റ്റിമുലൻസ്, ഇവയൊക്കെ ഒരു സസ്യത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് അതിപ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ്.
അതുപോലെ തന്നെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു ഘടകങ്ങളാണ് പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി, ഇൻസെക്ടിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക്, ഫംഗസിന്റെയും വൈറലിന്റെയും ഡിസീസസ്, ഓവർ ഡോസസിന്റെ ആയിട്ടുള്ള വാട്ടറിന്റെയും ഫെർട്ടിലൈസേഴ്സിന്റെയും ആയിട്ടുള്ള ഓവർ ഡോസസ്. നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരുപക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ഇന്ന് ഉപയോഗിക്കുന്ന ട്രിപ്പ് ഇറിഗേഷൻ ആയിക്കോട്ടെ, ടാപ്പ് ഇറിഗേഷൻ ആയിക്കോട്ടെ, പോളിയർ ആയിക്കോട്ടെ, പോളി ഹൗസ് ആയിക്കോട്ടെ, ഇവയൊക്കെ ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയൊരു രാഷ്ട്രത്തിൽ നിന്നാണ്. അവരുപയോഗിച്ച് അവർ വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഒരുപക്ഷെ വരുന്നത് ടാപ്പ് ടെക്നോളജി എന്നാണ് പറയുന്നത്. ട്രിപ്പ് ഇറിഗേഷൻ, ടാപ്പ് ഇറിഗേഷൻ ടെക്നോളജി എന്നാണ് പറയുന്നത്. കാരണം ഒരു സസ്യത്തിന് ആവശ്യമായ വെള്ളത്തെ സെൻസർ വെച്ച് മൊബൈലിൽ നമുക്ക് നോക്കിക്കൊണ്ട് ചിത്രീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള ടെക്നോളജി വികസിപ്പിച്ചെടുക്കുകയാണ് ഇന്ന് കാർഷിക മേഖല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഇസ്രായേലിലേക്ക് പോലും ആൾക്കാരെ കൊണ്ടുപോയി കാർഷിക മേഖലയെ പഠിപ്പിക്കുവാനും അത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാനും ആരംഭിച്ചത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് എല്ലാത്തിനും ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ വളപ്രയോഗത്തിനും കീടങ്ങൾക്കും ഫംഗസിനും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിളവിലേക്കും നമുക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. കാർഷിക മേഖലയിലെ ആ ഘട്ടങ്ങളിലൂടെ നമുക്ക് പോകുവാനും സാധിക്കുന്നു. നമുക്ക് നോക്കാം, ഭൂമിയിൽ എവിടെ പോയി കഴിഞ്ഞാലും, ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ എവിടെ പോയി കഴിഞ്ഞാലും അടിസ്ഥാനപരമായി 3 ഘടകങ്ങളാണ് വേണ്ടത്. ഒന്നാമത് പ്ലാന്റ് ന്യൂട്രിയൻസ്, മൂലകങ്ങൾ എന്ന് പറയുന്നതാണ്. രണ്ടാമതായി വേണ്ടത് നമ്മുടെ വളപ്രയോഗമാണ്. മൂന്നാമതായി വേണ്ടത് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആണ്. ഈ 3 ഘടകങ്ങളും കൃത്യമായിട്ട് വരുമ്പോഴാണ് മണ്ണിലും സസ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുകയും മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുത്തുവാനും നമുക്ക് സാധിക്കുന്നത്. ആദ്യമായി തന്നെ നമുക്ക് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായ മൂലകങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. മൂലകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന മൂലകങ്ങൾ, ഉപപ്രധാന മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട 3 മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, NPK. ഒരുപക്ഷെ കാർഷിക മേഖലയിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ. നമ്മൾ യൂറിയ, മഷൂറി, പൊട്ടാഷ് ഖരാവസ്ഥയിലുള്ള രാസവളങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം കൃത്രിമമായി ശ്വാസം കൊടുക്കുന്ന രീതിയിലുള്ള വളപ്രയോഗമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം അന്തരീക്ഷത്തിലും മണ്ണിലും എല്ലാം മൂലകങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണുവാനുണ്ട്. ഉദാഹരണത്തിന് നോക്കുവാണെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണ് ലഭിക്കുന്നത്. ഈ 78% നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി സസ്യത്തിന് മാറ്റി കൊടുക്കുവാനുള്ള ബാക്ടീരിയകൾ ഇന്ന് മണ്ണിൽ ലഭ്യമല്ല. ഒരുപക്ഷെ 30 വർഷം 40 വർഷം മുന്നേയുള്ള നമ്മുടെ മണ്ണിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ മണ്ണിൽ ഉണ്ടായിരുന്നു. ആ മണ്ണിനെ നമുക്ക് മാറ്റം വരുത്തുവാനും ഒരുപക്ഷെ 1970 കാലഘട്ടങ്ങളിൽ രാസവളങ്ങളുടെ ഉപയോഗവും 1985 കാലഘട്ടങ്ങളിൽ കെമിക്കലിന്റെ അതിപ്രസരവും വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ മണ്ണിന്റെ ഘടനയിൽ മാറ്റം വന്നു. സൂക്ഷ്മ ജീവികൾ നഷ്ടപ്പെട്ടു, ചെറു പ്രാണികൾ നഷ്ടപ്പെട്ടു, മണ്ണിരകളുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. അവയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, നാച്ചുറൽ ആയിട്ട് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു. മൊബിലൈസിംഗ് ഫിക്സേറ്റിൻ അസെറ്റോബാക്ടർ ബാക്ടീരിയകളുടെ പൊട്ടാഷ് സോലിബിലിസിലിയം ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് നമ്മുടെ NPK എന്ന് പറയുന്നത്. അതിലൂടെ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണ് എന്നതിൽ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. അതുപോലെ മണ്ണിലും അന്തരീക്ഷത്തിലും മൂലകങ്ങൾ ഉണ്ട് എന്നുള്ളതിലും ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. പക്ഷെ അത് സസ്യത്തിന് ലഭിക്കാതിരിക്കുമ്പോഴാണ് മൂലകങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇലകരിച്ചിൽ ഉണ്ടാകുന്നു, പൊട്ടാഷിന്റെ അഭാവം മൂലം ഇലകരിച്ചിൽ ഉണ്ടാകുന്നു, നൈട്രജന്റെ അഭാവം മൂലം പിന്നെ മഞ്ഞളിപ്പ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ അഭാവം മൂലം പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ബലക്ഷയം നമുക്ക് കൂടുതൽ നേരിടുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നു. ആ മൂലകങ്ങളെ നാച്ചുറൽ ആയിട്ട് എത്തിക്കുന്നു. വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നാച്ചുറലായി എത്തിച്ചുകൊണ്ട് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ NPK ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഒരുപക്ഷെ നമുക്കറിയാം ചെറിയ പയർ ചെടിയുടെ അടിയിൽ നമ്മൾ ചെറിയ കുമിളകൾ പോലെ വേരിന്റെ അടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നൈട്രേറ്റ് ആക്കി മാറ്റുവാനുള്ള ഒരു കഴിവിനെയാണ് ആ ഒരു കുമിളകളാക്കി നമ്മൾ കാണുന്നത്, ബാക്ടീരിയകളെ നമ്മൾ കാണുന്നത്. ആ ബാക്ടീരിയകളാണ് നൈട്രേറ്റ് ആക്കി മാറ്റുന്നത്. നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുവാനുള്ള ബാക്ടീരിയകൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു 30 വർഷമോ 40 വർഷമോ മുന്നേയുള്ള മണ്ണിനെ നമുക്ക് തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഘടകമായിട്ട് നമ്മുടെ മൂലകങ്ങൾ, അതായത് പ്രധാന മൂലകങ്ങളും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയ ഒരു സംവിധാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകമാണ് വളപ്രയോഗം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വളപ്രയോഗത്തിന് വേണ്ടി ചാണകവളം, എല്ലുപൊടി, ആട്ടിൻകാഷ്ടം, കോഴിവളം തുടങ്ങി നമുക്ക് ഏതൊക്കെ വളങ്ങളാണ് ലഭ്യമാണോ അവയൊക്കെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഓർഗാനിക് വളങ്ങൾ കുറെ ലഭിക്കും, അതിനെ നമ്മൾ അപ്ലൈ ചെയ്യും.
അതിനൊക്കെ എന്നിട്ട് നമ്മൾ പറയും നമുക്ക് ഓരോ വർഷം കഴിഞ്ഞ് ഈൽഡ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടന മാറി വരുന്നു എന്ന് പറഞ്ഞു. അതിനൊക്കെ മാറ്റം വരുത്തുവാനുള്ള ആ കുപ്പിയുടെ ബോട്ടിലിന്റെ നിറത്തിൽ തന്നെയുണ്ട് ഒരു ബ്ലാക്ക് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. മണ്ണിന്റെ ഘടനയെ മാറ്റുവാൻ വേണ്ടി, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബയോസ്റ്റിമുലൻസ് ആണ്, ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് ഷേത്ത് എന്ന് പറയുന്നത്, സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം മണ്ണിരകളെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മണ്ണിരകൾ എന്ന് പറയുന്നത് താഴോട്ടും മുകളിലോട്ടും സഞ്ചരിക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ്. മണ്ണിന് വായു സഞ്ചാരം കൊടുക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ്. ആ മണ്ണിരകൾ ഇന്ന് ഇനി ആര് എന്തൊക്കെ ജൈവ കൃഷി നടത്തുന്ന ഒരു പ്രദേശമാണെങ്കിലും പഴയ രീതിയിലുള്ള ആ മണ്ണിരകളെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു എന്നൊരു ചോദ്യം ഓരോ കർഷകരിലേക്ക് ഇടുകയാണ്. ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം മണ്ണിരകൾക്ക് ജീവിക്കുവാനുള്ള ആവാസ വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാക്കുന്നു. അതിലൂടെ അവർക്ക് ജീവിക്കാൻ പറ്റാതിരിക്കുക അവർ താഴോട്ട് സഞ്ചരിച്ച് മണ്ണിന്റെ വായു സഞ്ചാരം ഇല്ലാതാക്കുകയും, മണ്ണിന്റെ വായു സഞ്ചാരം ഇല്ല എന്ന് പറയുമ്പോൾ മണ്ണ് മരിച്ചു എന്നാണ്. മണ്ണ് മരിച്ചു എന്നതിന് തുല്യം മനുഷ്യൻ മരിച്ചു എന്നതാണ്. ആ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മാറ്റുവാൻ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ ക്ഷേത്രത്തിലൂടെ സാധിക്കുന്നു. നമുക്കറിയാം എറണാകുളത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എറണാകുളത്തുള്ള ആൾക്കാർ ബ്രഹ്മഗിരിയിൽ തീപിടുത്തത്തിൽ അവിടെ ജീവിക്കുവാൻ വേണ്ടി പറ്റാതെ, അല്ലെങ്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം നമ്മുടെ മണ്ണിരകൾ മണ്ണിന്റെ അടിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണിന്റെ പ്രതലത്തിലേക്ക് എത്തിക്കാനുള്ള ആവാസ വ്യവസ്ഥയെ ക്രിയേറ്റ് ചെയ്യുവാൻ ക്ഷേത്രത്തിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ 5 ടണ്ണ് കാലിവളത്തിലുള്ള എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. 50 കിലോയുടെ 100 ചാക്ക് നമ്മുടെ മണ്ണിലേക്ക്, നമ്മുടെ വളത്തിലേക്ക്, നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിക്കുവാനുള്ള ലേബർ കോസ്റ്റ് എത്രയായിരിക്കും? അവിടെയാണ് ഇതുപോലുള്ള ഒരു കുപ്പി നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, 1 ലിറ്റർ ബോട്ടിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് വളപ്രയോഗം ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്ന അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് നമ്മൾ പോകുന്നത്. അതുപോലെ മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. മണ്ണിന്റെ pH ലെവൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. മണ്ണിന്റെ pH ലെവൽ കൃത്യമല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും അതിന്റെ മുന്നത്തെ വർഷങ്ങളിലും വിട്ട വളപ്രയോഗം മണ്ണിൽ ദഹന പ്രക്രിയ കൃത്യമായി നടക്കാതെ, സസ്യത്തിന് അത് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റാതെ അവിടെ തന്നെ കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെയൊക്കെ മാറ്റി മണ്ണിന്റെ pH ലെവലിനെ, മണ്ണിന്റെ ദഹന പ്രക്രിയയെ കൃത്യമായി മാറ്റുവാനും ക്ഷേത്രം എന്ന് പറയുന്ന പ്രവർത്തിയിലൂടെ സാധിക്കുന്നു. ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. സസ്യത്തിന് മനുഷ്യർക്കുള്ളതുപോലെ, മൃഗങ്ങൾക്കുള്ളതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ക്ഷേത്രം എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മരച്ചീനിക്ക് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു കയ്പ് രസം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ കയ്പ് രസം ഉൽപ്പാദിപ്പിക്കുന്നത് അതിന്റെ ഒരു പ്രതിരോധ ശേഷിയാണ്. അതുപോലെ തന്നെ ഓരോ സസ്യങ്ങൾക്കുള്ള പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ക്ഷേത്രം എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ നമുക്ക് ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിനും സസ്യങ്ങൾക്കും ലഭിക്കുന്ന ഒരു ഗുണപ്രദം എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അത് നമുക്ക് NPK കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ക്ഷേത്രം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് കുറച്ച് നമുക്ക് പരിശോധിക്കാം. ಬ್ಯಾಟ್ರಿ ನೋಡಿ ಇದು ಎಷ್ಟು ಉದ್ದ ಐತೆ. ಬ್ಯಾಟ್ರಿ നമ്മളങ്ങനെ മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയ കാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഈ ഒരു മണ്ണിരകൾ, ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ കർഷകരുടെ മിത്രമായ മണ്ണിരകൾ
കർഷക സുഹൃത്തുക്കളെ, നിധി സുഹൃത്തുക്കളെ, നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ് പെടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പെടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പെടക്കുന്നൊന്നുമില്ല, താഴോട്ട് സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിര ഓൾറെഡി താഴോട്ട് പോയിരിക്കുകയാണ്. അതിപ്പോൾ ഒറ്റ മണ്ണിര മാത്രമാണ് മുകളിലുള്ളത്. അപ്പം അത്രയും നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വളരെ ഇതിവിടെ പറയാൻ വേണ്ടി കാരണം നമ്മളെല്ലാവരും പാരമ്പര്യമായി ചെയ്തു വരുന്ന കുമ്മായം അടക്കമുള്ള ഡോളോമേറ്റ് അടക്കമുള്ള പദാർത്ഥങ്ങൾ നമ്മൾ മണ്ണിലേക്ക് വിതറാറുണ്ട്. അത് കൊടുക്കുമ്പോൾ മണ്ണിന്റെ പ്രതലത്തിലുള്ള സൂക്ഷ്മജീവികളെയും മണ്ണിരകളെയും ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നതാണ്. അതിന്റെ ഒരു പരീക്ഷണമാണ് ഇവിടെ നടന്നത്. മണ്ണിര ഇട്ട് കഴിഞ്ഞപ്പോൾ ഡോളോമേറ്റിലും കുമ്മായത്തിലും മണ്ണിരകൾ പെട്ടെന്ന് തന്നെ മരിച്ചു. ഒരു അരമണിക്കൂർ തന്നെ മണ്ണിരകൾ മരിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. അതിനൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് അതിനുള്ള എക്സ്പെൻസ് കുറക്കുവാനും വളപ്രയോഗത്തിൽ നിന്ന് നമുക്ക് ക്ഷയത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ ഘടകം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു, മൂലകങ്ങൾക്ക് വേണ്ടി. രണ്ടാമത്തെ ഘടകം വളപ്രയോഗം. മൂന്നാമത്തെ ഘടകത്തിന് വേണ്ടിയിട്ടാണ് ഗ്രോത്ത് പ്രൊമോട്ടറിങ്. ഗ്രോത്ത് പ്രൊമോട്ടിങ് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. അതായത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന മണ്ണിന്റെ സസ്യത്തിനുള്ള വേരുകൾ മുതൽ അതിന്റെ കായയുടെ സൈസിന് വരെ സ്വാധീനം ചെലുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് ഉൽപ്പന്നം മാത്രം നമുക്ക് 250 ml മുതൽ 1 ലിറ്റർ വരെ, 250 ml, 500 ml, 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തെ 2 ml എന്നുള്ള രീതിയിൽ സ്പോളിയർ സ്പ്രേ ആയും അതോടൊപ്പം തന്നെ NPK യുടെയും ക്ഷേത്തിന്റെയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് നമ്മുടെ ഉപയോഗിക്കാത്തതും വലതുഭാഗത്ത് നമ്മൾ ഉപയോഗിച്ചതുമാണ്. ഇത് വിത്ത് സംസ്കരണം മുതൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ഉപയോഗിച്ച് വിത്ത് സംസ്കരണം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കുന്നത് 90 മുതൽ 92% വരെ വിത്ത് മുളയ്ക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, ലീഫിനെ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നു. ഉപയോഗിച്ചത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. കാരണം സസ്യങ്ങൾക്ക് ഇന്ന് അടിസ്ഥാനപരമായിട്ട് 2 വേരുകളാണുള്ളത്. ഒന്നാമത്തെ വേര് എന്ന് പറയുന്നത് കറുത്ത വേരുകൾ, രണ്ടാമത്തെ വേര് എന്ന് വെളുത്ത വേരുകൾ. ഇന്ന് വെളുത്ത വേരുകളുടെ സാന്നിധ്യം കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ എത്തിച്ചു കൊടുക്കാനുള്ള വേരുകളാണ് വെളുത്ത വേരുകൾ. പക്ഷെ ആ വെളുത്ത വേരുകൾ ഇന്ന് മണ്ണിന്റെ പ്രതലത്തിൽ പോഷകാഹാരങ്ങൾ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വളർന്നു വരികയും മുരടിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതിനെ നമുക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. ആ വെളുത്ത വേരുകൾ പോഷകാഹാരങ്ങൾ കൃത്യമായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ലീഫ് സ്റ്റേജിൽ മാറ്റം വരുന്നത് നമുക്ക് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിക്കുന്നു, അതിന്റെ വളർച്ചയുടെ ഗ്രോത്തിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജിൽ നമുക്ക് ഉപയോഗിച്ചതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വേരുകൾ വന്നു, ലീഫ് വളരെ കൃത്യമായിട്ട് വന്നു, സസ്യത്തിന് പച്ചപ്പ് വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സസ്യത്തിന് ഫോട്ടോസിന്തസിസ് കൃത്യമായി നടത്തി പച്ചപ്പ് കൃത്യമായി നടത്തുകയും അതുപോലെ ഇലകളുടെ സൈസിനെയും നമ്മളെ ഫ്ലവറിംഗ് സ്റ്റേജിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. കായയുടെ സൈസ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് കായയുടെ സൈസ് എന്ന് പറയുന്നത്. ഇന്നൊരു പക്ഷേ വാഴ കൃഷിക്കാരുടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കിലോന് തൂക്കമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ താഴെ മുതൽ മുകളിലേക്ക് എത്തുമ്പോൾ കായയുടെ സൈസ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാതിക്ക ആയിക്കോട്ടെ, ഏലം ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, നമ്മുടെ വാഴപ്പഴം ആയിക്കോട്ടെ, അവയെല്ലാം താഴെ മുതൽ മുകളിൽ വരെ എല്ലാം ഒരേ സൈസിലായിരിക്കും കായയുടെ ക്വാളിറ്റി, അത് ക്വാണ്ടിറ്റിയിലും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇത് മാർക്കറ്റിലേക്ക് കൊടുക്കുവാൻ വേണ്ടി ഓർഗാനിക് ആയിട്ട് നൽകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ കമ്പനി പറയുന്നതാണ്. നമുക്ക് നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേരളത്തിൽ കിട്ടിയ റിസൾട്ടുകൾ നോക്കാം. 2021 മുതൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന 21, 22, 23 വർഷക്കാലം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ കാസർഗോഡ് ജില്ലയിലെ മാലക്കൽ എന്ന് പറയുന്ന പ്രദേശം ബെന്നി സാറിന്റെ ഒരു തോട്ടമാണ്. 27 മാസം പ്രായമായ കവുങ്ങിനെ നമുക്ക് ചൊട്ടയിടിക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയിൽ വന്ന ഒരു മാറ്റമാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. വളരെ നല്ല ഓർഗാനിക് ക്വാളിറ്റിയോട് കൂടിയുള്ള പച്ചക്കറികളെ നമുക്ക് വളർത്തിയെടുക്കുവാനും അത് വികസിപ്പിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെയാണെന്ന് നമുക്കറിയാം, നമ്മളൊരു വെള്ളരിക്കേനെ നോക്കുകയാണെങ്കിൽ വെള്ളരിക്കേനെ ഒരു ഓലയുടെ കീഴിൽ കെട്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇപ്പോഴാണ് നമ്മളത് കാലങ്ങളോളം നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ആ ഓല മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, വെള്ളരിക്ക താഴേക്ക് പോയിട്ടുണ്ടാവും.
അത്രയ്ക്കുമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു ക്വാളിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത്. ആ ക്വാളിറ്റിയെ നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. ഇത് കുരുമുളക് കൃഷിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ കണ്ണൂർ ജില്ലയിലെ ഒരു തോട്ടമാണ് അരവഞ്ചാല എന്ന് പറയുന്ന പ്രദേശത്ത്. അതുപോലെ തന്നെ മഞ്ഞളിപ്പിൽ മാറ്റം വന്ന ഒരു തോട്ടത്തിലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ ഒരു തോട്ടത്തിലെ ഒരേ തോട്ടത്തിലെ 2 സ്ഥലങ്ങളിലെ പച്ചപ്പിനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇന്റീരിയർ ഗാർഡനിങ്ങിന് ഉപയോഗിച്ച നമുക്കിത് ഉള്ളിലും നമ്മുടെ ഇന്റീരിയർ ഗാർഡനിങ് ഒക്കെ ഇന്ന് വളരെ സുലഭമായി കാണുന്നതാണ്. ആ ഇന്റീരിയർ ഗാർഡനിങ്ങിനെ പോലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അത്രയ്ക്കും ഓർഗാനിക്കായി മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസോ ഇല്ലാത്ത ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന ഒരു റിസൾട്ടാണിത്. നമ്മുടെ സ്റ്റിംറിച്ചും NPKയും ഷേത്തും ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന കണ പൊട്ടിയതൊക്കെ നമുക്ക് താഴെ ഉപയോഗിച്ചതും മുകളിൽ ഉപയോഗിക്കാത്തതും നമുക്ക് നോക്കിക്കഴിഞ്ഞുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. KV സാബു എന്നാണ്. ഞാൻ കർണാടക ഗുൽബർഗ ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ ശ്രീ സിമന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ സമയത്താണ് ഈ നമ്മുടെ കർണാടകയിൽ നിന്ന് ഈ നെറ്റ്വർക്കിൻ്റെ കുറേ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അതൊക്കെ ഞാൻ പോയി അന്വേഷിക്കുകയും അത് കഴിഞ്ഞ് ഞാൻ ഉപയോഗിച്ച് പോയ 4 മാസമായി കറ്റാർവാഴയ്ക്കും ഇതെല്ലാ മെഡിക്കൽ പ്ലാന്റുകൾക്കും ഞാൻ ഉപയോഗിച്ച ഒരുമിച്ച് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് എത്ര പച്ചലിപ്പ് നോക്കും. അത് കണ്ടു കഴിഞ്ഞാണ് ഞാൻ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും ഈ നെറ്റ്സർഫിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ കാണാൻ കഴിയും നമ്മുടെ കപ്പമരമാണ്, അതായത് മരച്ചിരി എന്ന് പറയും, നമ്മുടെ വടക്കൻ ജില്ലകളിലെ പൂള എന്ന് പറയും. ഞാൻ ഒരു ആറ് കപ്പമരമാണ് ഉപയോഗിച്ചതും ഉപയോഗിക്കുന്നതിന് മുന്നേ ആ കപ്പയുടെ താഴത്തെ ഇലകളെ നമുക്ക് നോക്കിയാൽ കാണും, മുകളിലത്തെ ഇലകളിലെ പച്ചപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഒരു റിസൾട്ടിന് നമുക്ക് കാണുവാൻ. 1 വർഷമായിട്ട് NPK ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നെറ്റ്സർഫിൻ്റെ അതുപോലെ തന്നെ ഷേത്ത് അതിന് സ്റ്റിംറിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആയിരിക്കുന്ന ഫലം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ശരത്തിനാണെങ്കിൽ നീളമുണ്ട്, അതുപോലെ തന്നെ ചിമ്പുണ്ട്. പിന്നെ ചിമ്പിനെല്ലാം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന വളർച്ചയുണ്ട്. അതിൻ്റെ ഈൽഡിങ്ങിലാണെങ്കിലും എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതേസമയം ഉപയോഗിക്കാത്ത ഒരു തോട്ടമാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഒരേ സമയത്ത് തന്നെ വെച്ചതാണ്. എന്നാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏലം കൃഷിയിൽ കിട്ടിയ റിസൾട്ടാണ് നമ്മുടെ കുരുവിള സിറ്റി, ഇടുക്കിയിലെ അടിമാലി രാജാക്കാടിനടുത്തുള്ള കുരുവിള സിറ്റിയിലെ പ്രിൻസാറിന് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ കണ്ടത്. ഉപയോഗിക്കാതും വെച്ച തോട്ടത്തിന്റെ മാറ്റമാണ് നമ്മളിവിടെ കണ്ടത്. നെറ്റ്സർഫിന്റെ വളം ചെയ്തിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറഞ്ഞത് ഇതാണ് ഒട്ടുപാല്. നിങ്ങൾ കണ്ടില്ല, ഓരോ ഒട്ടുപാൽ നമുക്ക് ഇങ്ങനെ ഓരോ റബ്ബറിനെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പറയാൻ കാരണം എന്നാ വെച്ചാല് ഇവന് കൊടുക്കാനുള്ള കൂലി, ടാപ്പിംഗാറിന് കൊടുക്കാനുള്ള കൂലി നമുക്ക് ഈ ഒട്ടുപാലിൽ നിന്നും അതുപോലെ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതാണ്. അതുപോലെ ചേട്ടപ്പാലും പൊളിച്ചെടുക്കും. അപ്പോൾ വീഴ്ച നിൽക്കും. ഈ പാലിന് കൊഴുപ്പുള്ളതുകൊണ്ടാണ് ചേട്ടപ്പാൽ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നത്. കൊഴുപ്പില്ലെങ്കിൽ നമുക്ക് ചേട്ടപ്പാൽ പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ വെട്ടുകാരന് കൊടുക്കാനുള്ള കൂലി നമുക്ക് നെറ്റ്സർഫിന് വളം കൊടുത്തപ്പോൾ പണിക്കൂലി കൊടുക്കാനുള്ളത് നമുക്ക് ഒട്ടുപാലിൽ നിന്നും ചേട്ടപ്പാലിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു മാസം ആവുന്നുള്ളൂ ഇത് എൻ്റെ ഒട്ടുപാലിൽ. ഇതൊരു 2-2.5 കിൻഡിൽ ഒട്ടുപാലുണ്ട് ഇങ്ങനെ ഒഴിട്ട് കിടക്കുന്നത്. അപ്പോൾ സുഖമായിട്ട് ഇപ്പോൾ അവന് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ 700 മരം വെട്ടിക്കഴിഞ്ഞാൽ 700 ഞാൻ 1000 മരം വെച്ചാൽ എനിക്ക് 200 ലിറ്റർ പാലാണ്. അതാണ് അതിൻ്റെ മെച്ചമുള്ളൂ. പാലും നല്ല DRC, പാലിന് നല്ല DRC ഉണ്ട്. അതുമാണ് അതിൻ്റെ ഇത് പറയുന്നത്. അതുകൊണ്ട് നെറ്റ്സർഫിൻ്റെ വളം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വളമാണ്. ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് നിലയുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂർ പഞ്ചായത്തിലെ മൂച്ചിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കർഷകൻ ഷാജി സാറിൻ്റെ അടുത്തല്ലേ. ഞാനൊരു തക്കാളി പറിച്ചിട്ടുണ്ട്. എന്താ ടേസ്റ്റ്! നമ്മുടെ നെറ്റ്സർഫിൻ്റെ
NPK ഷേത്ത് സ്റ്റിംറിച്ച് ജൈവ വളങ്ങൾ കൊടുത്ത് വന്ന റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഇതിന് ഓണർ ഷാജിയേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് കഴിക്കുമ്പോൾ പറഞ്ഞത് ജൈവത്തിന്റെ ഒരു ടേസ്റ്റ്, അതോടൊപ്പം തന്നെ പുളിയില്ല, അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു തേക്കാണത്. ആ തെക്ക് ഏകദേശം ഒരു 6 അടി വണ്ണമുള്ള ഒരു തേക്കാണത്. ആ തേക്കിന്റെ താഴെ വെച്ചിരുന്ന കവുങ്ങുകളാണ് ഈ കാണുന്നത്. ഇതും സത്യത്തിൽ ഞാനത് ഉപേക്ഷിച്ച ഒരു കവുങ്ങുകളായിരുന്നു. പക്ഷേ ഈ ബാക്കി കവുങ്ങുകൾക്കും അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇതിനും കൂടെ അപ്ലൈ ചെയ്തു. ഈ കവുങ്ങ് വേഷം മറ്റേതിനോട് അതേപോലെ തന്നെ വളർന്നു വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂമ്പ്, ഈ കൂമ്പിന്റെ വണ്ണം, അതായത് ഈ വരുന്ന കൂമ്പുകളുടെ വണ്ണം നമ്മൾ സാധാരണ ഉള്ള വളം ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വണ്ണത്തെക്കാൾ കൂടുതലാണ് ഇതിന്റെ ഒരു കൂമ്പിന് വണ്ണം. നെറ്റ്സർഫ് ഉൽപ്പന്നങ്ങളായ സ്റ്റിംറിച്ച്, ഷേത്ത്, ഇത് 800 കവുങ്ങ് ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരുന്ന് നല്ല റിസൾട്ടാണ്. ഇത് ഒരു പുള്ളിക്കുത്തോ ഒരു മഞ്ഞപ്പോ ഒന്നുമില്ല ഇതിന്. ഈ കവുങ്ങിൻ്റെ വെച്ചപ്പോൾ തൊട്ട് ഇത് ഒഴിച്ചതാണ്, യാതൊരു കുഴപ്പമില്ല, നല്ല ഇതാണ്. അതേസമയം അയൽവക്കത്തെ പറമ്പിലെ കവുങ്ങ് കവുങ്ങ് കാണാൻ മുഴുവൻ മഞ്ഞപ്പാണ്. അപ്പം അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത് വിജയിക്കാറാണ്. പക്ഷെ അപ്പം നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്തതാണ്. തീർച്ചയായും ഇത്ര ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ നമ്മളും കൂടെ തയ്യാറാവുന്നതുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നെറ്റ്സർഫ് വലിയൊരു വിപ്ലവമാവുന്നത്. നമുക്ക് ഈ കവുങ്ങ് കാണുമ്പോൾ തന്നെ സന്തോഷം, ഈ കവുങ്ങ് എത്ര മാസം പ്രായമായതാണ്? ഇത് ഇപ്പം 15 മാസമായി നമ്മൾ കൂലി വെച്ചിട്ട് പ്രായമുള്ളത്. ഓക്കെ, 15 മാസം പ്രായമായ ഒരു കവുങ്ങിൻ്റെയാണ് ഇതിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും സന്തോഷന്റെ അഭിപ്രായത്തിൽ ഇത് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒരു 100 കവുങ്ങ് കായ്പിക്കും. ഉറപ്പായിട്ടും ചൊട്ടയിടും. അപ്പൊ നമ്മുടെ കർഷക ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആർക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നെറ്റ്സർഫ് റിസൾട്ട് മലയാളം അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടി NPK, വളത്തിന് വേണ്ടി ഷേത്ത്, ഗ്രോത്തിന് വേണ്ടി സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചത് കഴിഞ്ഞതിന് ശേഷമുള്ള കർഷകരുടെ അനുഭവവും ആ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കിയത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, കെമിക്കൽ ഉപയോഗിച്ച ഡ്രം, സ്പ്രെയർ, ബക്കറ്റ് ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇവൻ സോപ്പോ പൊടിയോ ഉപയോഗിച്ചതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. നമ്മളത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം, അതായത് നമുക്ക് അത്തരത്തിലുള്ള ഡ്രമ്മോ സ്പ്രെയറോ നമുക്കുള്ളൂ എങ്കിൽ കല്ലുപ്പ്, മഞ്ഞള്, പുളി എന്നിവ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴുകി ഉണക്കിയതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്നതിലൂടെ ഒരു കർഷകരുടെ ഒരു മാറ്റമാണ് നമ്മളിവിടെ കണ്ടത്. അതുപോലെ തന്നെ അടുത്തൊരു ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്നത്. ഇതൊരു സ്പ്രെഡറായിട്ട്, ഗമ്മറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ സ്റ്റിംറിച്ചിന്റെ കൂടെയും അതോടൊപ്പം തന്നെ ഇൻടാക്റ്റിന്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഓർഗാനിക് ഉൽപ്പന്നമാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ 3 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള രീതിയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അടുത്ത ഒരു കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് കീടങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത്. കണ്ണിൽ കാണുന്ന കീടങ്ങളെയും പുഴുക്കളെയും ഒക്കെ മാറ്റം വരുത്തുവാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ മിക്സ് ചെയ്ത് അതോടൊപ്പം തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml 10,000 ppm ഉള്ള വേപ്പെണ്ണ, നീം ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിനെ അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന കീടങ്ങളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. ഇത് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെമിക്കൽ ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ വാവിന്റെ പിറ്റേ ദിവസം വേണം ഇത് നമ്മൾ സ്പ്രേ ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇത് എന്നല്ല, ഇൻടാക്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്നല്ല, മറിച്ച് നമ്മൾ കീടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വാവിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം വാവിന്റെ പിറ്റേ ദിവസമാണ് ഈ പറയുന്ന പ്രാണികളൊക്കെ ഇലകളെ അറ്റാക്ക് ചെയ്യുവാനും മുട്ടയിടുവാൻ വേണ്ടി വരുന്നത്. അതിനെ ആ സമയത്ത് സ്പ്രേ ചെയ്യുമ്പോൾ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മണം സ്വീകരിക്കുമ്പോൾ അതിന്റെ വായ തമ്മിൽ ഒട്ടിപ്പിടിച്ച് പാരാലിസിസ് ആയിട്ടും അതിന്റെ സ്പേം അടക്കം മരിച്ചു പോകുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. നേരെ മറിച്ച് നമ്മൾ കെമിക്കൽ അടിക്കുമ്പോൾ അതിനെ അഡ്മയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കീടങ്ങൾക്ക് സാധിക്കുകയും അടിക്കുന്ന സമയത്ത് വരാതിരിക്കുകയും പിന്നീട് അതിനെ കയറി വരികയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഉൽപ്പന്നം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓരോ ഉൽപ്പന്നം സ്ഥിരമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു വളക്കടക്കാരനും ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ ഇന്ന് 24 വർഷമായിട്ട് ഈ ഒരൊറ്റ ഉൽപ്പന്നമാണ് ഓരോ കർഷകരിലേക്കും എത്തിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. കർഷകർ അനുഭവിക്കുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഫംഗസിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറയുന്നത്.
ആ ഫംഗസിൽ നിന്നും രക്ഷ നേടുന്നതിന് ഒരു ആവരണം പോലെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ റാപ്പപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നമ്മുടെ സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെയും അതോടെ തന്നെ ഫംഗസിൽ നിന്നുള്ള രക്ഷ നേടുന്നു, ഫംഗസും വൈറസിൽ നിന്നുള്ള രക്ഷ നേടുന്നതിന് വേണ്ടി റാപ്പപ്പിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിലാണ്. ഇതിന്റെ കൂടെ വേറെ ഒന്നും മിക്സ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതലായി കെമിക്കൽ ഉപയോഗിക്കുന്ന മറ്റൊരു കാർഷിക മേഖലയിലെ ഒരു വിപത്താണ് നമ്മുടെ വീഡ് മാനേജ്മെന്റ് അല്ലെ കളനാശിനിക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇന്ന് നിരോധിച്ച റൗണ്ടപ്പ് പോലുള്ളവയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ആൾക്കാർ തയ്യാറാകുമ്പോൾ ഒരു ലൈസൻസും വേണ്ടാതെ ഒരു കാര്യങ്ങളും അറിയാതെ തന്നെ അതൊക്കെ ഇന്ന് ഭൂമിയിലേക്ക് വളരെ മാരകമായ വിപത്തിലേക്ക് സൃഷ്ടിക്കുന്നവയൊക്കെ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ജൈവ കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള കളനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇത് സാധാരണ കെമിക്കൽ അടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് ഇല്ലായ്മ ചെയ്ത് അതിനെ കരിച്ചു കളയുമ്പോൾ ഇത് മണ്ണിനോട് ഇഴുകി ചേർത്തുകൊണ്ട് അവിടെ ഒരു വളപ്രയോഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമായി എൻകൗണ്ടർ എന്ന് പറയുന്ന കളനാശിനി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഈ എൻകൗണ്ടറിലൂടെ തന്നെ, കാരണം ഏറ്റവും കൂടുതലായിട്ട് കളനാശിനി നമ്മൾ നിരോധിച്ചതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി കർഷകർ തയ്യാറാവുമ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഓർഗാനിക് വീഡ് മാനേജ്മെന്റ് ഈ എൻകൗണ്ടറിലൂടെ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതിന് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ബോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് തികച്ചും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, മനുഷ്യനോ ജീവജാലങ്ങൾക്കോ സസ്യങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗവും സസ്യത്തിന് നമ്മുടെ കീടങ്ങളുടെ നിയന്ത്രണത്തിനും ഫംഗസിന്റെ നിയന്ത്രണത്തിനും വീഡ് മാനേജ്മെന്റിനും വേണ്ടിയുള്ള നമ്മുടെ NPK, ഷേത്ത്, സ്റ്റിമറിച്ച്, ഇൻടാക്ട്, അതുപോലെ തന്നെ റാപ്പപ്പ്, എൻകൗണ്ടർ, അതുപോലെ സ്പ്രേയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ബയോ-90 എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ കന്നുകാലികൾക്കും അതുപോലെ നമ്മുടെ പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. 36ലധികം വിറ്റമിൻസും പ്രോട്ടീൻസും എൻസൈംസും ഹെർബ്സും പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും മിനറൽസ് ആൻഡ് ട്രേസ് എലമെന്റ്സും ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണിത്. അത് വിറ്റമിൻ എയും വിറ്റമിൻ D3, വിറ്റമിൻ ഇ, ശതാവരി, മേത്തി, വിധാരികണ്ഠ അടക്കമുള്ള കാൽസ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും മാംഗനീസും അയോഡിനും അയേണും സിങ്കും ഇവയൊക്കെ അടങ്ങിയ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും അടങ്ങിയ മൃഗങ്ങളുടെ കന്നുകാലികളുടെ ഒക്കെ ദഹന പ്രക്രിയയെ പോലും സ്വാധീനിക്കുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ CFC+ എന്ന് പറയുന്നത്. 10 മുതൽ 15 ഗ്രാം വരെ ഒരു പശുക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 10 മുതൽ 15% വരെ പാല് വർദ്ധിക്കുന്നു, പാലിന്റെ റീഡിംഗ് വർദ്ധിക്കുന്നു, കൊഴുപ്പിൽ മാറ്റം ഉണ്ടാകുന്നു, പശുവിന്റെ മെറ്റബോളിസത്തിൽ ചേഞ്ച് ആകുന്നു, ചാണകത്തിൽ മാറ്റം ഉണ്ടാകുന്നു, കംപ്ലീറ്റ് ആയിട്ടുള്ള വളരെ നല്ല പാൽ ഉൽപാദനം അതിന്റെ ആരോഗ്യത്തെയും പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഇത് കോഴികൾക്കും കൊടുക്കാം, ആടിന് കൊടുക്കാം, കുതിരകൾക്ക് കൊടുക്കാം, പട്ടികൾക്ക് കൊടുക്കാം, നമ്മൾ വളർത്തുന്ന ഏത് പക്ഷി മൃഗാദികൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. തികച്ചും ഓർഗാനിക് ആണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഓക്കയുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ അടങ്ങിയ പദാർത്ഥങ്ങളോട് കൂടെ കൊടുക്കാതെ പഴത്തിന്റെയോ ദോശയുടെയോ അല്ലെങ്കിൽ തവിടിന്റെയോ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പശുക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് ഫിഷ് ഫാമിംഗ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീഡ് സപ്ലിമെന്റ്, അതുപോലെ തന്നെ ജലത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള അക്വാ ക്ലിയർ, ജലത്തിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള അക്വാ കൾച്ചർ എന്നിങ്ങനെ 3 ഉൽപ്പന്നങ്ങൾ കൂടി ചേരുന്നതാണ് ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നെറ്റ്സർഫ് കൊടുക്കുന്നത്. ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഓർഗാനിക് പാൽ ഉൽപാദനത്തെയും നമ്മുടെ കന്നുകാലി വളർത്തലിനെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനം അറിയിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കർഷകർ ഇത് ഉപയോഗിക്കുക, അതിലൂടെ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി വരുന്ന സമയം നമ്മുടെ പ്രിയപ്പെട്ട വയനാടിൽ നിന്നുള്ള കഴിഞ്ഞ 4 മാസമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കിട്ടിയ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ബാബു സാറിന് ഈ ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓവർ ടു യു ബാബു സാർ. താങ്കൾ ഇത് ഉപയോഗിച്ചതിന്റെ ഉപയോഗിക്കുമ്പോൾ കിട്ടിയ റിസൾട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് അനുഭവം പങ്കുവെക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓവർ ടു യു സാർ. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. കേൾക്കാം. ഞാൻ ബാബു ആണ്, വയനാട് പനമരത്താണ് വീട്. എനിക്ക് തോട്ടകൃഷിയൊക്കെയാണ് കൂടുതലുള്ളത്. റബ്ബർ, തെങ്ങ്, കമുക്, പിന്നെ കുരുമുളക്, കാപ്പി.
ഞാനിപ്പോ റബ്ബറിന് ഉപയോഗിച്ചിട്ട് ഏതാണ്ട് 3 മാസം കഴിഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞ ശേഷം എന്റെ ഉണ്ടായ റിസൾട്ട് ഇപ്പൊ ഈ അടുത്ത് മഴയൊക്കെ ആണെങ്കിലും ഞാൻ വെട്ടുമ്പോൾ പാല് വളരെയധികം കൂടി. എന്ന് പറഞ്ഞാൽ ഒരു 10-15% പാല് ഉൽപാദനം കൂടിയിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ്. എനിക്ക് ഈ അത് ഒറ്റ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് തന്നെ എനിക്കുണ്ടായ വ്യത്യാസം വളരെ ഫലപ്രദമാണ്. അതുപോലെ കാപ്പിക്ക് ഞാൻ നോക്കിയിട്ട് കാപ്പി പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കാണൂല. എങ്കിലും അതിന്റെ ഇലകൾക്കുണ്ടായ വ്യത്യാസം എനിക്ക് വളരെ സന്തോഷം തരുന്നതായിരുന്നു. കാരണം അതുവരെ ഒരു മഞ്ഞപ്പ് കലർന്ന ഇലയായിരുന്നെങ്കിൽ ഇത് ഉപയോഗിച്ച ശേഷം ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഇലകൾ വരുന്നതൊക്കെ നല്ല കറുത്ത ഹരിതവർണ്ണം കൂടിയ വലിപ്പമേറിയ ഇലകളായിരുന്നു കാപ്പിക്കുണ്ടായിരുന്നത്. അങ്ങനെ കാപ്പിക്ക് നല്ല റിസൾട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ കമുക് തൈ വെച്ചിട്ടുണ്ട്. ആ കമുക് തൈക്ക് കുറേശ്ശെ ഞാനിത് ഒഴിച്ചു കൊടുത്തു തുടങ്ങി. ചുവട്ടിൽ കുഴിച്ചുമ്പോൾ അതിനും പുതിയ പൂമ്പെടുക്കുന്നത് നല്ല കരുത്ത് ആർജിച്ചു വരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും പൊതുവെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ്. മറ്റു വളങ്ങളോട്, അതായത് രാസവളങ്ങൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഓർഗാനിക് രീതിയിൽ നമ്മൾ വളപ്രയോഗം നടത്തിക്കൊണ്ട് നമുക്ക് ഈ നമ്മുടെ കാർഷിക അതായത് ചെടികളും വൃക്ഷങ്ങളൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാനും അതിന്റെ ഉൽപാദനക്ഷമത കൂട്ടാനും നമുക്ക് സാധിക്കുന്നു എന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. രാസവളങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുകയും ഒപ്പം നമ്മുടെ മണ്ണിരകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പച്ചക്കറിയിൽ എന്ത് കാര്യത്തിനും വളരെ ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. ബാബു സാറേ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അതായത് മീൻസ് നമ്മുടെ ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ഞാൻ സാറിന്റെ വീട്ടിൽ പോയിട്ട് നമ്മള് കണ്ട ഒരു വ്യക്തിയാണ്. എന്തായാലും സാറ് ഉപയോഗിക്കുമ്പോൾ സാധാരണ നമ്മുടെ കാലങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു വളപ്രയോഗം, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ഗുണം എന്തൊക്കെയാണ്? അതായത് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് 46% നമുക്ക് അതിന് കിട്ടുള്ളൂ. ഇപ്പൊ ഉദാഹരണം നൈട്രജൻ നമ്മൾ ഒരു ചാക്ക് എടുക്കുകയാണെങ്കിൽ 50 കിലോയുടെ ചാക്കാണെങ്കിൽ അതിന് 46%, 23 കിലോ മാത്രമേ നൈട്രജൻ ഉണ്ടാവുള്ളൂ. ബാക്കി നമുക്കും മണ്ണിനും ഭൂമിക്കും വേണ്ടാത്ത എന്തൊക്കെയോ സാധനമാണ് നമ്മൾ നിറച്ച് കൊണ്ടുവരിക. അതുപോലെ എല്ലാ സാധനം ഇപ്പൊ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഇതൊന്നും ഒന്നിച്ച് എല്ലാം കൂടെ കിട്ടില്ല. ചില കോംപ്ലക്സ് ഉണ്ടെങ്കിൽ തന്നെ പല അളവിലാണ് കിട്ടുക. അപ്പൊ എല്ലാം കൂടെ നമ്മൾ ഇത് എന്ത് ചെയ്യണം, പണിക്കാരുടെ സഹായത്തോടെ നമ്മളത് മിക്സ് ചെയ്ത് കുഴച്ച് മറിച്ചാക്കി പിന്നെ നമ്മളത് തോട്ടത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ലൊരു വണ്ടി വിളിച്ച് കൊണ്ടുപോയി ആക്കി നല്ല ലേബർ കോസ്റ്റ് വരും. അതിന് മണ്ണിന്റെ വകഞ്ഞെടുത്ത് അത് ഇട്ട് മൂടി കുറെ പണിയാം. അത് തന്നെയല്ല, അതിന്റെ 20 അങ്ങനെ ചെയ്താൽ പോലും നമുക്ക് ഇതിന്റെ 20% മാത്രമേ നമുക്കത് മണ്ണിലേക്ക് ലഭ്യമാകുകയുള്ളൂ. ബാക്കി മുഴുവൻ അതിന്റെ ഇവോപ്പറേഷനോ അല്ലെങ്കിൽ അന്തരീക്ഷ ലയിച്ച് ചേരുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് വെറുതെ ഒരു കുറച്ച് ബോട്ടിൽ നമുക്ക് സാധനം മേടിച്ചൊരു 5 ലിറ്ററിന്റെ ബോട്ടിൽ മേടിച്ചിട്ട് ഒരു ടാങ്ക് വലിയ കണ്ടെയ്നർ 500 ലിറ്ററിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം സംഭരിക്കാൻ പറ്റിയ ഏറ്റവും സുഖം. വെള്ളം വെച്ച് അതിൻ്റെ അകത്ത് ഇത് കലക്കി ഒഴിച്ചാൽ നമുക്ക് ആരുടെയും വേണ്ട, ഒരു ലേബർ കോസ്റ്റ് വേണ്ട, ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ലേബർ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാം. പിന്നെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത. പച്ചക്കറിയുടെ എങ്ങനെയുണ്ട് റിസൾട്ട് സാറിന്? പച്ചക്കറിക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. പച്ചക്കറിക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ചെറിയ മുളകോ പയറോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ആ പൂക്കുമ്പോഴൊക്കെ നല്ല ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടും. കീടബാധ കുറയും. അതിന്റെ ഉണ്ടാവുന്ന ഫലങ്ങൾ, അത് മുളകാണെങ്കിൽ മുളക് നല്ല തിരുനീട്ടം വരും. പയറിനായാലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം. ഓക്കെ ബാബു സാർ ഉപയോഗിച്ച് ബാബു സാർ കുറച്ച് നാളുകളായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ റബ്ബറിന് വന്നൊരു മാറ്റം, അതുപോലെ തന്നെ കാപ്പിയുടെ ഇലകൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ തന്നെ ബാബു സാർ അതില് ഇലകളുടെ പച്ചപ്പ് ഉപയോഗിക്കാത്ത തമ്മിലുള്ള പച്ചപ്പിനെ നമ്മൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ബാബു സാർ ഇപ്പോൾ ഓൾറെഡി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഉപയോഗിച്ചതിന്റെ ചെറിയൊരു മാറ്റങ്ങൾ വന്നതിന്റെ ചെറിയൊരു സമയത്ത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ റിസൾട്ട്, കാരണം അത് തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ബാബു സാർ പറഞ്ഞു 20% നമ്മൾ നൈട്രജനോ NPK മറ്റ് രാസവളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ 10 മുതൽ 20% വരെ സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി പറ്റാവുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ നാനോ ടെക്നോളജിയിലൊക്കെ നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് സസ്യത്തിന് ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി മണ്ണിന്റെ ഘടനയെ മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു. അപ്പൊ അതിനെയൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കിക്കൊണ്ട് ചോദിക്കാം. അൺമ്യൂട്ട് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ
ഉണ്ടെങ്കിൽ സംസാരിക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം സംസാരിക്കുക. 4 മിനിറ്റ് 9:30 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കിത് കേൾക്കുവാനും അതുപോലെ ബാബു സാറിന്റെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. വയനാട്ടിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു 22,000 രൂപയിലധികം പ്രൊഡക്റ്റ് അദ്ദേഹം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു മാറ്റങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷമാണ് നമുക്ക് ഇവിടെ പ്രകടമാവുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഇത് കേൾക്കുന്നതിലുപരി ചെറിയൊരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോഴാണ് അത് റിസൾട്ട് നമുക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടും അത് കാണുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിക്കുക. ഇല്ലേ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ ഹലോ, ഒന്ന് പേരും സ്ഥലവും ഒന്ന് പറഞ്ഞോളൂ. സൂം യൂസറിനാണ് കാണുന്നത്. കൃഷ്ണൻകുട്ടി, കാസർഗോഡ് ജില്ലയാണ്, പെരിയ. ഓക്കെ സാർ, പറയൂ. നമസ്കാരം. അത് ഈ കർഷകർക്ക് എവിടെയാണ് ഇത് കിട്ടുക? വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതാണോ അല്ല ഷോപ്പുകളിലാണോ വിതരണം നടത്തുന്നത്? ഇത് നമുക്ക് ഷോപ്പുകളുണ്ട്. നമുക്ക് കമ്പനിയുടെ തന്നെ ഷോപ്പുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഉള്ളത് കാസർഗോഡ്, കോഴിക്കോടാണ് നമുക്കുള്ളത്. സ്റ്റോക്ക് പോയിന്റ് വയനാട്. അപ്പൊ അവിടുന്ന് നമുക്ക് പ്രൊഡക്റ്റുകൾ കർഷകരിലേക്ക് അഡ്രസ്സിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അത്രയും യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്കൊരു ചെറിയൊരു ബോക്സിൽ തന്നെ 1 ഏക്കർ തോട്ടത്തിലേക്ക് അവരുടെ വീടുകളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഒരു ഉള്ളോട്ടുള്ള ഒരു കർഷകന് വേണമെങ്കിൽ ഇപ്പോ ഈ കാസർഗോഡ് പോകണോ? കാസർഗോഡ് പോലെ അഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ എത്തിച്ചു കൊടുക്കും. അവരെ ഏറ്റവും തൊട്ടടുത്തുള്ള പിന്നെ കൊറിയർ പോയിന്റിലേക്ക് എത്തിക്കും. അതെ അതെ. ബോട്ടില്ലാത്ത ഇതിന്റെ ഉപയോഗ രീതിയും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അത് കൃത്യമായി പറഞ്ഞു തരും. നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നത് നമ്മൾ നേരിട്ട് വരും, അല്ലെങ്കിൽ അതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് നമ്മൾ തന്നെ കൊടുക്കും. ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ നിതീഷ് സാർ. ഓക്കെ, വേറെ ആരും ഇല്ലാതെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരിക്കൽ കൂടി നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച്, അതായത് മഴ പെയ്യുന്നു, മഴ നിൽക്കുന്നു, അങ്ങനെ വെച്ചുമ്പോ ജോസാർ എങ്ങനെയാണത്? ബാബു സാറെ ഒന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ ആ ഒരു ഉപയോഗ രീതി ഒന്ന് പറയാൻ കഴിയുമോ സാറേ? ഹലോ, ബാബു സാർ പോയെന്ന് തോന്നല്ലേ? ഇല്ല, ബാബു സാർ എവിടെയാണ്? ബാബു സാർ ചോദിക്കുന്നത് എന്താണെന്ന് വ്യക്തമാവുന്നില്ല. ഞാൻ ചോദിച്ചത് സാറേ ഇതാണ്, നമ്മുടെ ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച്, കാരണം ഒരു ദിവസം മഴ പെയ്യും, 2 ദിവസം മഴ പെയ്യത്തില്ല. അപ്പൊ നമ്മുടെ ഈ നെറ്റ് സർഫിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ ഉപയോഗിക്കണം, അതൊന്ന് ബാബു സാർ ഒന്ന് വിവരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. ബാബു സാർ അല്ല, ബാബു സാർ ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതല്ലേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. നമുക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ വേണ്ടി. നമുക്കത് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ മഴയില്ലാത്ത സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതെ അതെ, അത് ഓക്കെ. മഴയില്ലാത്ത സമയത്ത് ഉപയോഗിക്കുക. മിനിമം നമുക്കൊരു 3-4 മണിക്കൂറെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മഴയില്ലാതിരിക്കുക. അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് മഴയില്ലാതിരിക്കുക. മാക്സിമം രാവിലെകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം ഇലകളുടെ മുകുളങ്ങൾ തുറക്കുന്ന രാവിലെയും വൈകിട്ടുമാണ്. വൈകിട്ടാകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വൈകിട്ട് നല്ല മഴയാണ്. രാവിലെ ആകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ റിസൾട്ടാണ്. മുകുളങ്ങളിലേക്ക് എത്തിക്കുവാനും അത് കൃത്യമായിട്ട് അത് ആഗിരണം ചെയ്യാൻ വേണ്ടി സസ്യങ്ങൾക്ക് സാധിക്കുന്നു. അപ്പൊ അത്തരത്തില് മഴ അതികഠിനമായ മഴയത്തും അതികഠിനമായ ചൂടുള്ള സമയത്തും നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. ഹലോ. യെസ് സാർ. ആർക്കും ഇനി സംസാരിക്കില്ലെന്ന് തോന്നുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഹലോ. എനിക്കൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ട്. പറയൂ, പേര് സ്ഥലവും ഒന്ന് പറഞ്ഞോളൂ. ഞാന് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രദേശമാണല്ലോ. അതെ, ഞാനൊരു റിട്ടയർഡ് സബ് രജിസ്ട്രാറാണ്. കൃഷി അങ്ങനെ കാര്യമായിട്ട് കൃഷിയൊന്നും ഇല്ല, എന്നാലും ഒരു 10-15 സെന്റ് സ്ഥലമേ ഉള്ളൂ. ടൗൺ ആണല്ലോ, മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലമാണ്, ടൗൺ ആണ്. പിന്നെ ഒരു 3-4 തെങ്ങുണ്ട്. പിന്നെ ഈ മറ്റേ പച്ചക്കറി, ഇവിടുത്തെ പരമാവധി
ഉപയോഗപ്പെടുത്തിയിട്ട് പച്ചക്കറി അതുപോലത്തെ പിന്നെ ചെടികളുണ്ട് ധാരാളം. വൈഫിനൊക്കെ ചെടിയോട് വലിയ താല്പര്യമുള്ള ആളാണ്. അങ്ങനെ ചെടി അങ്ങനെയൊക്കെ കുറച്ച് കൃഷിയുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ ബാക്കി ഇവിടെ നിന്നും ആരും ഒന്നും കൃഷി ചെയ്യാത്തതുകൊണ്ട് ഇതിനോടൊക്കെ കീടങ്ങളുടെ ഭയങ്കര ശല്യമുണ്ട്. പിന്നെ ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ചാണകം ഇവിടുന്ന് വാങ്ങാനായിട്ട് കിട്ടും. നല്ല ചാണകപ്പൊടി കിട്ടും. ആ ചാണകപ്പൊടിയാണ് എനിക്ക് ഇടുന്നത്. പക്ഷെ തെങ്ങിന് കാര്യമായിട്ട് കായ്ഫലം വരുന്നില്ല. ഒരു 1-2 മച്ചിങ്ങ അല്ലെങ്കിൽ ചെറിയ ഇതൊക്കെ പിടിക്കുന്നുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ള. അതുപോലെ തന്നെ ഈ മുളകിനൊക്കെ പെട്ടെന്ന് മുരടിപ്പ് വരുന്നു. കുറച്ച് കുരുമുളക് ഇതില് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഈ തിരി വരുന്നുണ്ട്, പക്ഷെ തിരിയില് കുരുമുളക് പിടിക്കുന്നില്ല. അങ്ങനത്തെ കുറെ പ്രോബ്ലം. അതിനെന്താ ചെയ്യേണ്ടത്? ഓക്കെ സാർ, അതിലൊന്നുമില്ല. നമ്മുടെ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക. ഒരു തെങ്ങിന് വലിയ തെങ്ങാണോ ചെറിയ തെങ്ങാണോ? വലിയ തെങ്ങ് കായ്ക്കാൻ 6 വർഷം. സാധാരണ ഇപ്പൊ കുള്ളൻ തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അതെ കുള്ളൻ തെങ്ങാണ്. ഒരു 3 വർഷം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ നീലേശ്വരത്ത് നിന്ന് തെങ്ങ് തയ്യാർ. ഇപ്പം ഒരു 7 വർഷമായിട്ടുണ്ട്. ഓക്കെ. അതിന് നമുക്ക് ഈ 5 പ്രോഡക്റ്റ്, അതായത് NPK, ഷേത്ത്, സ്റ്റിംറിച്ച് എന്നിവ നമുക്ക് ഒന്നിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു തെങ്ങിന് ഒരു 8 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ശരി. അതിപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്പർ, ഒരു സാബു സാർ നമ്പർ അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. 8547 എഴുതിയെടുത്തോട്ടെ. തളിപ്പറമ്പ് എവിടെയാ വരുന്നത്? തളിപ്പറമ്പ് ടൗണിൽ തന്നെയാണ്. അതെ അല്ലേ. നമ്മളിപ്പോ പറശ്ശിനിക്കടവ് നമ്മളൊരു മാഷ് ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? അഡ്രസ്സും തരികയാണ്. ഞാൻ അവിടെ പോയി കണ്ടോളായിരുന്നു. ഫോൺ നമ്പർ എന്ന് പറഞ്ഞേ സാറേ? 8547 8547 666622. 666622. അതെ. ആരുടെ നമ്പറാണിത്? എന്റെ നമ്പറാണ്. ശരി. സാറിന്റെ പേരെന്തായിരുന്നു? നിതീഷ് അല്ലേ? സാർ എവിടെ താമസം? എവിടെ? ചെറുപുഴ. ചെറുപുഴയാണ്. ചെറുപുഴയൊക്കെ നമുക്ക് ബന്ധുക്കളൊക്കെ ഉള്ള. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും ചെറുപുഴ പോയിരുന്നു. അതെ അല്ല. ചെറുപുഴ എവിടെയാ? ചെറുപുഴ കോലുവള്ളി. ഓ, ആയിക്കോട്ടെ. ഓക്കെ. ചെറുപുഴയൊക്കെ നമുക്ക് മാതൃകാ തോട്ടങ്ങളുണ്ട് ഇഷ്ടംപോലെ. പടിഞ്ഞാത്ത് ജ്വല്ലറി ഒക്കെ അറിയായിരിക്കുമല്ലോ? അറിയാം. അത് ഇവിടെ ആലക്കോടുണ്ടല്ലോ. അതെ. ബേബി ചേട്ടന്റെ നമ്മള് അതാണ് ഞാൻ ഒരു കവുങ്ങിന്റെ ഒക്കെ പടം കാണിച്ചത് അദ്ദേഹത്തിന്റെ തോട്ടത്തിലാണ്. ശരി. 3 വർഷമായിട്ട് നമ്മുടെ ഉൽപ്പന്നം മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ശരി. ഓക്കെ. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ തോട്ടങ്ങളൊക്കെ വേണമെങ്കിൽ കാണാം. ആയിക്കോട്ടെ. അങ്ങനെ പറ്റിയാൽ ഞാൻ വരാം. സാർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടിയാണ്. അതിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇട്ടാലും മതി, വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ. ആയിക്കോട്ടെ. ഓക്കെ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് ദീപാവലിയാണ്. ദീപാവലി എല്ലാവർക്കും ദീപാവലിയുടെ മംഗളാശംസകളോടെ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കാം. ജയ് ഹിന്ദ്, ജയ് നക്സൽ. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, താങ്ക് യു സർ. ഷൈൻ മാഡം, നമസ്കാരം.